നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണയിൽ ടൗൺ വികസനത്തിന്റെ പേരിൽ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിക്കാനുള്ള ഗൂഢശ്രമത്തിൽ നിന്നും MLA പിന്മാറണമെന്ന് വ്യാപാരി വ്യവസായി സമിതി. വ്യാപാര സ്ഥാപനങ്ങൾ ഇല്ലാതാക്കി ജംഗ്ഷൻ വിപുലീകരണ പദ്ധതി അനുവദിക്കില്ലെന്നും സമിതി നേതാക്കൾ. ആവശ്യമെങ്കിൽ സമരം നടത്തും. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കെ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ വിവിധ പരിപാടികൾ നടത്തിയെന്ന പരാതിയുമായി പ്രതിപക്ഷാംഗങ്ങൾ. യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്ന് പ്രതിഷേധിച്ചു. ആഘോഷ പരിപാടികൾ ഒന്നും നടത്തിയിട്ടില്ലെന്ന് സെക്രട്ടറി. ഭാര്യപിതാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി ചെറുപ്പുളശ്ശേരിയിൽ അറസ്റ്റിൽ. നെല്ലായ കുളപ്പട സ്വദേശി മുഹമ്മദ് മുസ്തഫയാണ് പിടിയിലായത്. ഇക്കഴിഞ്ഞ ഡിസംബർ 26-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വള്ളുവനാട്ടിൽ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ചെറുപ്പുളശ്ശേരി പന്നിയംകുറിശി പൂരം ആഘോഷിച്ചു. ഗജവീരന്മാരുടെ എഴുന്നള്ളിപ്പും ദേശവേലകളുടെ സംഗമവും നിറച്ചാർത്തായി. തകർന്നു കിടക്കുന്ന ഒറ്റപ്പാലം കണ്ണിയമ്പുറം പനമണ്ണ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തേക്കും. റോഡ് കൈമാറാൻ തീരുമാനമെടുത്ത് ഒറ്റപ്പാലം നഗരസഭയും അനങ്ങനടി ഗ്രാമപഞ്ചായത്തും. വിശദമായ വാർത്തകളിലേക്ക്. പെരിന്തൽമണ്ണ നഗരത്തിൽ ഗതാഗതക്കുരുക്കെന്ന വ്യാജേന ടൗൺ വികസനത്തിന്റെ പേരിൽ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിക്കാനുള്ള ഗൂഢശ്രമത്തിൽ നിന്നും MLA പിന്മാറണമെന്ന് വ്യാപാരി വ്യവസായി സമിതി. അല്ലാത്തപക്ഷം വ്യാപാരികളെ സംഘടിപ്പിച്ച് സമരം നടത്തും. ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് ഇല്ലെന്നും നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിലാണ് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നതെന്നും സമിതി നേതാക്കൾ വ്യക്തമാക്കി. നഗരവികസനത്തിന് 2006-ൽ കടകൾ പൊളിച്ച് സഹകരിച്ചു നിന്നവരാണ് പെരിന്തൽമണ്ണ നഗരത്തിലെ കച്ചവടക്കാർ. ഈ വ്യാപാരികളെ ഇനിയും ദ്രോഹിക്കുന്നതിന് അനുവദിക്കില്ലെന്ന നിലപാടിലാണ് വ്യാപാരി വ്യവസായി സമിതി. നഗരത്തിൽ ഗതാഗതക്കുരുക്കുണ്ടെന്ന വ്യാജേന 300-ലധികം വരുന്ന വ്യാപാര സ്ഥാപനങ്ങൾ ഇല്ലാതാക്കി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ജംഗ്ഷൻ വിപുലീകരണ പദ്ധതി അനുവദിക്കില്ലെന്ന് സമിതി നേതാക്കൾ വ്യക്തമാക്കി. ഗതാഗതക്കുരുക്ക് പെരിന്തൽമണ്ണ ടൗണിൽ ഉണ്ട് എന്നുള്ള നിഗമനം തെറ്റാണ്. MLA യഥാർത്ഥത്തിലുള്ള ഗതാഗതക്കുരുക്ക് പെരിന്തൽമണ്ണ ടൗണിൽ എവിടെ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് വ്യാപാരി വ്യവസായി സമിതിക്ക് ആദ്യമായി പറയാനുള്ളത്. സത്യത്തിൽ പെരിന്തൽമണ്ണ ടൗണിലേക്ക് വരുന്ന അങ്ങാടിപ്പുറം മേൽപ്പാലവും അതുപോലെ തന്നെ ഐഷ കോംപ്ലക്സിൻ്റെ ജംഗ്ഷൻ, അതുപോലെ തന്നെ മാനത്തുമംഗലം ജംഗ്ഷൻ, ഇത്രയും ഭാഗങ്ങളിലാണ് നിലവിൽ ഗതാഗതക്കുരുക്കുള്ളത്. പക്ഷേ ഗതാഗതക്കുരുക്കിൻ്റെ പേരിൽ പെരിന്തൽമണ്ണ ടൗൺ നവീകരണം എന്നുള്ള പദ്ധതിയാണ് ഞങ്ങൾ എതിർക്കുന്നത് ആദ്യമായിട്ട്. അതുപോലെ തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 300ഓളം വ്യാപാരികൾക്ക് കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളതാണ് പത്രവാർത്ത മുഖേനയും മറ്റും ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ വ്യാപാരി വ്യവസായി സമിതിയെ ഈ വികസനം ഏത് രൂപത്തിലുള്ള രൂപരേഖ ഞങ്ങളെ സംബന്ധിച്ചോ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളോട് സമർപ്പിച്ചിട്ടുമില്ല. വ്യാപാരികളെ മാറ്റി നിർത്താതെ നഗരവികസന പദ്ധതി രൂപരേഖ വ്യാപാരികളുമായും നഗരസഭയുമായും ചർച്ച ചെയ്യണമെന്നും വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് സലാം ഗൾഫോൺ, ഏരിയ സെക്രട്ടറി PP അബ്ബാസ്, യൂണിറ്റ് പ്രസിഡന്റ് മൻസൂർ നെച്ചിയിൽ, സെക്രട്ടറി മുഹമ്മദ് ഇക്ബാൽ, RS റിയാസ് എന്നിവർ ആവശ്യപ്പെട്ടു. പെരിന്തൽമണ്ണ ടൗണിലെ 300ഓളം കച്ചവട സ്ഥാപനങ്ങൾ ഒഴിവാക്കിപ്പെടും എന്നുള്ളതാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. ഇത് വ്യാപാരികളെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. കാരണം 2006-ൽ ഒരു നഗരവികസനം വന്നു, അതിൻ്റെ പേരിൽ ഒരുപാട് കച്ചവടക്കാർ അവിടുന്ന് ഒഴിവാക്കപ്പെട്ടു. ഇപ്പോൾ ഈ വികസനത്തിൻ്റെ പേരിൽ ഇനിയും 300ഓളം വ്യാപാരികൾക്ക് കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളത് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഭവമാണ്. അപ്പോൾ അതേക്കുറിച്ച് MLA ഒരു രൂപരേഖ ഇതുവരെ വ്യാപാരികളുമായോ അല്ലെങ്കിൽ വ്യാപാരി സംഘടനാ നിലയ്ക്ക് വ്യാപാരി സമിതിയുമായോ ഒരു ചർച്ച നടത്തിയിട്ടില്ല. ആ ചർച്ചയൊക്കെ നടത്തിയിട്ട് മാത്രമേ എന്ത് വികസനത്തിനും ഞങ്ങൾ അനുവദിക്കൂ. MLA തീരുമാനത്തിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ വ്യാപാരികളെ സംഘടിപ്പിച്ച് ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോടുള്ള ആദരസൂചകമായി ഒരാഴ്ച ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ശനിയാഴ്ച വിവിധ പരിപാടികൾ നടത്തിയെന്ന് പ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഇതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്രാംഗം K കോയയും 3 കോൺഗ്രസ് അംഗങ്ങളും വിട്ടുനിന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ഒരാഴ്ച ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ ഔദ്യോഗിക പരിപാടികളെല്ലാം മാറ്റിവെക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇത് ലംഘിച്ച് പഞ്ചായത്ത് തല തൊഴിലുറപ്പ് സോഷ്യൽ ഓഡിറ്റിംഗ്
വിവിധ പരീക്ഷയുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ്, ഭരണസമിതി യോഗം, പാലിയേറ്റീവ് യോഗം എന്നിവ നടത്തിയെന്നാണ് സ്വതന്ത്രാംഗം കെ കോയയുടെയും കോൺഗ്രസ് അംഗങ്ങളുടെയും പരാതി. ആദരണീയനായ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തെ തുടർന്ന് 7 ദിവസത്തെ ദുഃഖാചരണവും അതേപോലെ ഔദ്യോഗിക പരിപാടികൾ മുഴുവൻ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ശേഷവരം ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് എല്ലാ പരിപാടികളും വളരെ ഗംഭീരമായി നടത്തി എന്നതാണ് മറ്റൊരു വസ്തുത. അതായത് രാവിലെ 10 മണിക്ക് USS LSS വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കുള്ള പരിപാടിയുടെ ഉദ്ഘാടനം, അതേപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഹിയറിങ്, പഞ്ചായത്ത് തല ഹിയറിങ്, പാലിയേറ്റീവ് യോഗ അവലോകനം, മാസാന്തരം നടത്തുന്ന അവലോകനം, അതിനു പുറമെ ബോർഡ് മീറ്റിംഗ്. അടിയന്തര ബോർഡ് മീറ്റിംഗ് ആയതിനാൽ അനുശോചന യോഗം നടത്തി വേണമെങ്കിൽ അത് നടപ്പിലാക്കാം. ബാക്കിയുള്ള പരിപാടികൾ റദ്ദ് ചെയ്യണമെന്ന് ഞാൻ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സെക്രട്ടറി പറഞ്ഞത് ഈ ഔദ്യോഗിക പരിപാടികളിൽ ഉദ്ഘാടനങ്ങൾ മാത്രമേ പെടുകയുള്ളൂ, ബാക്കിയുള്ള ഒരു പരിപാടിയും പെടില്ല എന്ന ധിക്കാരപരമായ ഒരു സമീപനമാണ് അദ്ദേഹം എടുത്തത്. ഇന്ന് പഞ്ചായത്ത് തല തൊഴിലുറപ്പിൻ്റെ ഹിയറിംഗ് ആണ് നടന്നത്. ഈ തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരു മഹാരഥനായ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അതുകൊണ്ട് ആ പരിപാടിയെങ്കിലും ആദരസൂചകമായി മാറ്റിവെക്കണം. പിന്നെ ഇടതുപക്ഷം എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മൻമോഹൻ സിംഗിനോട് വലിയ താല്പര്യമോ മമതയോ അല്ലെങ്കിൽ അനുകമ്പയോ അല്ലെങ്കിൽ ആദരവോ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടത് മൻമോഹൻ സിംഗിനെ CPM ആയിരുന്നു ഭരണത്തിലിരിക്കുമ്പോൾ. അദ്ദേഹത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും ഇവരുടേതാണ് എന്നുകൂടി പറയുകയും അദ്ദേഹത്തെ ഈ ഇന്ത്യ എന്ന് പറയുന്ന കമ്പോളത്തെ വിദേശ ശക്തികൾക്ക് തുറന്നു കൊടുത്തു എന്നും താടിക്കുരങ്ങൻ എന്നും ഉൾപ്പെടെയുള്ള ഒരുപാട് പഴി അദ്ദേഹം ഈ CPMകാരിൽ നിന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ മരിച്ചാലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തോട് മര്യാദയും ആദരവും കാണിക്കേണ്ടതായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് CPM ഒഴികെയുള്ള 4 അംഗങ്ങളാണ് വിട്ടുനിന്നത്. എന്നാൽ ആഘോഷ പരിപാടികൾ ഒന്നും നടത്തിയിട്ടില്ലെന്നും തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗ്, പാലിയേറ്റീവ് യോഗം എന്നിവയാണ് നടത്തിയതെന്നും പഞ്ചായത്ത് സെക്രട്ടറി S. സജി പറഞ്ഞു. മേലധികാരികളുമായി സംസാരിച്ചിരുന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനും MT വാസുദേവൻ നായർക്കും അനുശോചനം രേഖപ്പെടുത്തിയാണ് പരിപാടികൾ തുടങ്ങിയതെന്നും സെക്രട്ടറി പറഞ്ഞു. ഭാര്യപിതാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കൊളപ്പട ഒറവക്കിഴായിൽ മുഹമ്മദ് മുസ്തഫയെയാണ് ചെറുപ്പളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഡിസംബർ 26 ഉച്ചയ്ക്ക് മാങ്ങോട് വീരമംഗലത്തുള്ള ലക്ഷം വീട് കോളനിയിൽ മുഹമ്മദ് ഷജീർ എന്നയാളുടെ വീട് കുടിയിരിപ്പ് ചടങ്ങ് നടക്കുന്നതിനിടയിൽ ആണ് സംഭവമുണ്ടായത്. ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിക്കാതെയാണ് മുഹമ്മദ് മുസ്തഫ വന്നത്. ഭാര്യ വീട്ടുകാരുമായി അകൽച്ചയിലായിരുന്ന ഇയാൾ ഭാര്യാപിതാവിനെ മനഃപൂർവ്വം കത്തിയെടുത്ത് കുത്തിയെന്നാണ് കേസ്. മുഹമ്മദ് മുസ്തഫ ഇതിനു മുമ്പ് 2 കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയാണ്. ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മുൻപ് ഉൾപ്പെട്ട കേസുകളിലെ ജാമ്യം റദ്ദ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ചെറുപ്പശ്ശേരി SHO T. ശശികുമാർ അറിയിച്ചു. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് സമീപം കഞ്ചാവുമായി മലപ്പുറം എടപ്പാൾ സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. 3 കിലോയിലധികം കഞ്ചാവുമായി 33-കാരനായ ലിജീഷ് ലാലാണ് പിടിയിലായത്. ഒറ്റപ്പാലം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ A. വിപിൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പരിശോധനയിലാണ് കഞ്ചാവുമായി യുവാവ് പിടിയിലായത്. റെയിൽവേ സ്റ്റേഷന് സമീപം RS റോഡ് അവസാനിക്കുന്ന ഭാഗത്തു നിന്നാണ് മലപ്പുറം എടപ്പാൾ കല്ലേപ്പറമ്പിൽ വീട്ടിൽ 33-കാരനായ ലിജീഷ് ലാൽ പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. വള്ളുവനാട്ടിൽ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ചെറുപ്പളശ്ശേരി പന്നിയംകുറിശി തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. ഗജവീരന്മാരുടെ അകമ്പടിയിൽ വൈകിട്ട് നടന്ന എഴുന്നള്ളിപ്പും ദേശവേലകളുടെ സംഗമവും നിറച്ചാർത്തായി. വള്ളുവനാട്ടിൽ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചാണ് ചെറുപ്പളശ്ശേരി പന്നിയംകുറിശി തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി പൂരമഹോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചത്. രാവിലെ വിശേഷാൽ പൂജകൾ, സമ്പൂർണ്ണ നാരായണീയ പാരായണം, തിറ, പൂതൻകളി,
പൂരം കൊട്ടിയറിയിക്കൽ എന്നിവ ഉണ്ടായി. വൈകിട്ട് 5 മണിയോടെ കുറുമാപ്പള്ളി മനയിൽ നിന്നും എത്തിച്ചേരുന്ന വേലയും വടക്കു പടിഞ്ഞാറൻ വേലകളും ക്ഷേത്രം വേലയുമായി കൂടിച്ചേർന്ന വാദ്യമേളങ്ങളുടെയും തിറ, പൂതൻ എന്നിവയുടെയും അകമ്പടിയോടെ ക്ഷേത്രാങ്കണത്തിൽ സംഗമിച്ചു. പ്രഗത്ഭർ നയിച്ച പഞ്ചവാദ്യവും അരങ്ങേറി. തുടർന്ന് മേളത്തിൻ്റെ അകമ്പടിയിൽ എഴുന്നള്ളിപ്പുകൾ കാവിറങ്ങിയതോടെ പകൽപ്പൂരം സമാപിച്ചു. രാത്രി ബാലയുമുണ്ടായി. ഒറ്റപ്പാലം കണ്ണിയമ്പുറം പനമണ്ണ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തേക്കും. ഒറ്റപ്പാലം നഗരസഭ, അനങ്ങനടി പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന റോഡാണിത്. നവീകരണത്തിന് ഭീമമായ തുക മുടക്കേണ്ടി വരുന്നതിനാലാണ് ഇരു തദ്ദേശ സ്ഥാപനങ്ങളും റോഡ് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒറ്റപ്പാലം നഗരസഭയിലെയും അനങ്ങനടിയിലെയും 3 വീതം വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡാണിത്. 9 കിലോമീറ്ററാണ് ദൂരം. പാലക്കാട് കുളപ്പുള്ളി പാതയെയും ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡ് കൂടിയാണിത്. വർഷങ്ങളായി കാര്യമായ നവീകരണമില്ലാതെ കിടക്കുന്ന റോഡ് തകർന്നു കിടപ്പാണ്. സാമ്പത്തിക പ്രതിസന്ധിയാണ് നവീകരണത്തിനു തടസ്സം. പനമണ്ണ തോടിനു കുറുകെയുള്ള പാലം ഉൾപ്പെടെ പുനർനിർമ്മിച്ച് വേണം റോഡ് നവീകരിക്കാൻ. വീതി കുറഞ്ഞ പാലം സ്ഥിരം അപകട മേഖലയാണ്. അനങ്ങനടി പഞ്ചായത്താണ് റോഡ് ആദ്യം പൊതുമരാമത്ത് വകുപ്പിന് വിട്ടു നൽകിയത്. പിന്നാലെയാണ് നഗരസഭയും റോഡ് വിട്ടു നൽകാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ജനറൽ ബോഡി യോഗം ജില്ലാ കളക്ടർ വി.ആർ. വിനോദിന്റെ അധ്യക്ഷതയിൽ ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ ചേർന്നു. സാമ്പത്തികമായ പരിമിതികളെ മറികടന്നുകൊണ്ട് മികച്ച കായിക താരങ്ങളെ കണ്ടെത്തി പരിശീലനം നൽകാൻ അസോസിയേഷനുകൾക്ക് കഴിയണമെന്ന് കളക്ടർ പറഞ്ഞു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി.പി. അനിൽകുമാർ, സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ സ്ഥിരം സമിതി അംഗം എ. ശ്രീകുമാർ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി വി.ആർ. അർജുൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ പി. ഋഷികേഷ് കുമാർ, സി. സുരേഷ്, വിവിധ അസോസിയേഷനുകളുടെ സെക്രട്ടറിമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. 2023-24 വർഷത്തെ വാർഷിക റിപ്പോർട്ടും കണക്കും യോഗം അംഗീകരിച്ചു. ജില്ലാ കായിക മഹോത്സവത്തിന്റെ പോസ്റ്റർ ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് ചടങ്ങിൽ പ്രകാശനം ചെയ്തു. 2025 ജനുവരി 25-26 തീയതികളിൽ മലപ്പുറത്തും പെരിന്തൽമണ്ണയിലുമാണ് ജില്ലാ കായിക മഹോത്സവം നടക്കുന്നത്. വേൾഡ് ട്രഡീഷണൽ കരാട്ടെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് പെരിന്തൽമണ്ണയിൽ നടന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 800ഓളം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണ ഓറ ഗ്ലോബൽ സ്കൂൾ അങ്കണത്തിലാണ് വേൾഡ് ട്രഡീഷണൽ കരാട്ടെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നടന്നത്. നജീബ് കാന്തപുരം MLA ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. പി. ജോൺസൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഓറ ഗ്ലോബൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സ്വീറ്റി എസ്. പുളിക്കോട്ടിൽ, കൃഷ്ണ സ്വരൂപ്, റഫറി കമ്മീഷൻ ചെയർമാൻ കെ. മുഹമ്മദ് റഫീഖ്, വേൾഡ് ട്രഡീഷണൽ കരാട്ടെ സ്റ്റേറ്റ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജിജോ കുര്യൻ, ദാമു സോഡിയാക്ക് തുടങ്ങിയവർ സംസാരിച്ചു. 7 തവണ ഡാൻ ബ്ലാക്ക് ബെൽറ്റ് നേടി 45 വർഷമായി കരാട്ടെ പരിശീലന രംഗത്തുള്ള കേരള ചീഫ് ഇൻസ്ട്രക്ടർ ഷിഹാൻ പി. ജോൺസണ് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു.
സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 800ഓളം മത്സരാർത്ഥികൾ കത്ത, കുമിത്തെ വിഭാഗങ്ങളിൽ ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചു. ബ്ലാക്ക് ബെൽറ്റ് റാങ്കുള്ള 80ഓളം പേരാണ് മത്സരം നിയന്ത്രിച്ചത്. ആക്ഷേപഹാസ്യ നാടകമായ കാക്കാരശ്ശി അവതരിപ്പിച്ച് താരമായി മായന്നൂരിൽ നിന്നെത്തിയ ആദിത്യ. മണ്ണാർക്കാട് നടക്കുന്ന ജില്ലാ കേരളോത്സവത്തിലാണ് ആദിത്യ കാണികളെ അമ്പരിപ്പിച്ചത്. കേരളത്തിലെ നാടോടികളായ കാക്കാലന്മാർ പരമ്പരാഗതമായ രീതിയിൽ അവതരിപ്പിച്ചു വരുന്ന ആക്ഷേപഹാസ്യ നാടകമായ കാക്കാരശ്ശി അവതരിപ്പിച്ചാണ് ജില്ലാ കേരളോത്സവത്തിൽ ആദിത്യ താരമായത്. ഹാസ്യവും നൃത്തവും സംഗീതവുമെല്ലാം ഇടകലരുന്ന നാടൻ കലാരൂപമായ കാക്കാരശ്ശി നാടകമാണ് നാടോടി നൃത്തത്തിൽ അവതരിപ്പിച്ചത്. കാക്കാലന്റെയും ഭാര്യമാരുടെയും വേഷത്തിൽ പരമശിവനും ഭാര്യമാരായ പാർവതിയും ഗംഗയുമാണ് രംഗത്തെത്തുന്നത്. തുടർന്ന് സമകാലിക സംഭവങ്ങളെ കോർത്തിണക്കി നർമ്മഭാവത്തിൽ അവതരിപ്പിച്ചു. ലളിതമായ അവതരണശൈലിയും നിത്യജീവിതത്തിലെ സന്ദർഭങ്ങൾ വിഷയമായി. ദേശീയതലത്തിൽ മത്സരിക്കാനുള്ള നാടോടി നൃത്ത മത്സരത്തിലാണ് ആദിത്യ 1ാം സ്ഥാനം നേടിയത്. കഴിഞ്ഞ വർഷത്തെ ജില്ലാ കേരളോത്സവത്തിലും ആദിത്യ തന്നെയായിരുന്നു 1ാം സ്ഥാനം നേടിയത്. മായന്നൂർ ലക്ഷ്മിനാരായണ കോളേജിലെ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിനു വേണ്ടിയാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. മൈലുംപുറം കളക്കാട്ടിൽ ഗിരീഷ് മാധവിക്കുട്ടി ദമ്പതികളുടെ മകളാണ്. അമൃത സഹോദരിയാണ്. നവീകരണം പൂർത്തിയായ മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡിൽ വേഗത നിയന്ത്രണ സംവിധാനങ്ങളില്ല. അപകടം ഒഴിവാക്കാൻ അടിയന്തരമായി വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകി. മണ്ണാർക്കാട് മുതൽ കൊട്ടശ്ശേരി വരെയുള്ള 17 കിലോമീറ്റർ BMBC ചെയ്ത് നവീകരിച്ചതോടെ ഇതുവഴിയുള്ള യാത്ര സുഗമമായി. അതേസമയം റോഡ് നന്നായതോടെ വാഹനങ്ങളുടെ വേഗവും കൂടി. ഇതാണ് അപകടം വരുത്തുമെന്ന ആശങ്കയുണ്ടാക്കുന്നത്. മണ്ണാർക്കാട് ടിപ്പു സുൽത്താൻ റോഡ് ജംഗ്ഷൻ, സ്വകാര്യ ക്ലിനിക്കിനു മുൻപിലെ വളവ്, വിനായക നഗർ റോഡ്, മുക്കണ്ണം പാലം വളവ്, ആരാധന, പാറപ്പുറം റോഡ് ജംഗ്ഷൻ തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചെറിയ റോഡുകളിൽ നിന്ന് ടിപ്പു സുൽത്താൻ റോഡിലേക്ക് കയറുന്ന വാഹനങ്ങൾക്കാണ് അപകട സാധ്യത കൂടുതൽ. ഇതൊഴിവാക്കാൻ സർവീസ് റോഡുകളിലേക്ക് കയറുന്ന ഭാഗത്ത് റാമ്പിൽ സ്ട്രിപ്പ് സംവിധാനം വേണമെന്ന് ആവശ്യപ്പെട്ട് മണ്ണാർക്കാട് നഗരസഭാ കൗൺസിലർ CP പുഷ്പാനന്ദന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് നടന്ന താലൂക്ക് അദാലത്തിൽ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. നടപടി സ്വീകരിക്കാൻ KRFP അധികൃതർക്ക് മന്ത്രി MP രാജേഷ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദിയുടെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം മോഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരിക്ക് സമർപ്പിച്ചു. ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന പുരസ്കാര സമർപ്പണ സമ്മേളനം കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ ജീവകാരുണ്യ മേഖലകളിലെ മാതൃകാപരമായ ഇടപെടലുകൾ പരിഗണിച്ചാണ് അധ്യാപകനും കലാസ്വാദകനും എഴുത്തുകാരനുമായ മോഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരിയെ മലബാർ സൗഹൃദവേദി ഗുരുശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചത്. ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന പുരസ്കാര സമർപ്പണ സമ്മേളനം കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്ന, സമൂഹത്തിൽ ഇടപെടുന്ന, കുട്ടികൾക്ക് സമൂഹത്തെ പകർന്നു നൽകുന്ന അധ്യാപകരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോഴാണ് ഇന്നിവിടെ പുരസ്കൃതരായിട്ടുള്ള ദാമോദരൻ മാഷെ പോലെ കലയിലും
സാംസ്കാരിക മേഖലയിലും സാമൂഹ്യ പ്രവർത്തനത്തിലുമെല്ലാം വ്യാപൃതനായിക്കൊണ്ട് തന്നെ ശാസ്ത്രമാണ് പഠിപ്പിക്കുന്നതെങ്കിലും ശാസ്ത്രത്തിനപ്പുറത്തേക്കുള്ള യുക്തിയും സാഹിത്യവും എല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വ്യഗ്രത കാണിച്ച ഇദ്ദേഹത്തെപ്പോലുള്ള മഹാന്മാരുടെ പ്രസക്തി വർദ്ധിക്കുന്നു. ചടങ്ങിൽ ദേശീയ ശിശു സൗഹൃദ പുരസ്കാര ജേതാവ് KR രവി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രാജേഷ് കുമാർ പ്രശസ്തി പത്രവും മൊമന്റോയും, ഡോക്ടർ കൊച്ചു എസ് മണി പൊന്നാടയും മോഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരിക്ക് നൽകി. ഡോക്ടർ അമൃതം കൃഷ്ണദാസ്, വേദി കൺവീനർ ബിജുമോൻ പന്തിരുകുലം, ഡോക്ടർ കൊച്ചു എസ് മണി, TM മാധവനുണ്ണി, NP വിനയകുമാർ, ഡോക്ടർ അജിത്ത് മാരായമംഗലം, ജിതേഷ് മോഴിക്കുന്നം, വേണുഗോപാൽ, P ശ്രീകുമാർ ശബരി, ഡോക്ടർ M മൊയ്തീൻകുട്ടി, ദിനേശൻ എഴുവന്തര, പനമണ്ണ ശശി, പുരുഷോത്തമൻ മുന്നൂർക്കോട്, ഗോപൻ എഴക്കാട്, MD ദാസ്, മോഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരി എന്നിവർ പ്രസംഗിച്ചു. കഥകളി നടൻ കലാമണ്ഡലം സോമന്റെ 60ാം പിറന്നാൾ വിപുലമായി ആഘോഷിച്ചു. സോമദുതി എന്ന പേരിൽ വെളിനേഴിയിൽ നടന്ന ആഘോഷ പരിപാടികൾ P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. കഥകളിയിൽ നായക പ്രതിനായക വേഷങ്ങളിലൂടെ അരങ്ങിൽ തിളങ്ങിയ കലാമണ്ഡലം സോമന്റെ 60ാം പിറന്നാൾ വ്യത്യസ്തമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. സോമദുതി എന്ന പേരിൽ ഒരുക്കിയ 60ാം പിറന്നാൾ ആഘോഷത്തിൽ ഗുരുക്കന്മാരും ശിഷ്യരുമടക്കം കഥകളി രംഗത്തെയും കലാ സാഹിത്യ രാഷ്ട്രീയ രംഗത്തെയും പ്രമുഖർ പങ്കെടുത്തു. ആദര സമ്മേളനം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ അധ്യക്ഷനായി. കലാമണ്ഡലം ഗോപി ഉപഹാര സമർപ്പണവും കലാമണ്ഡലം ശിവൻ നമ്പൂതിരി കീർത്തിപത്ര സമർപ്പണവും നടത്തി. കലാമണ്ഡലം MPS നമ്പൂതിരി അംഗവസ്ത്രമണിയിച്ചു. മംഗളപത്ര സമർപ്പണം കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ നിർവഹിച്ചു. K പ്രേംകുമാർ MLA, KB രാജാനന്ദ്, ഡോക്ടർ സദനം ഹരികുമാർ, P നാരായണൻകുട്ടി നായർ, വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് അംഗം K ശ്രീധരൻ, KM പരമേശ്വരൻ, O ഗോപാലകൃഷ്ണൻ, C ജലജ, PR സുധ, നവനീത് ഒളപ്പമണ്ണ, നെടുമ്പള്ളി രാംമോഹൻ, V രാമൻകുട്ടി എന്നിവർ സംസാരിച്ചു. മീര രാംമോഹന്റെ പ്രാർത്ഥനയോടെയാണ് സമ്മേളനം തുടങ്ങിയത്. തുടർന്ന് പുലരും വരെ കഥകളിയും അരങ്ങേറി. എന്തെന്നില്ലാത്ത ബഹുമാനം സോമനോട് തോന്നി. അതിന്റെ മുമ്പേ സോമനോട് ഇത്രയധികം ബഹുമാനം തോന്നിയില്ല കാര്യം പറയാറ്. പഠിക്കണ കാലത്ത് ഇത്രയധികം ബഹുമാനം തോന്നിയില്ല. എങ്കിലും നോക്കി അറിയില്ലേ, അത് വേറെ കാര്യം. ഏതായാലും ഇപ്പോ ബഹുമാനം ഉള്ളത് കൊണ്ട് തന്നെ പ്രശസ്തിയായിട്ട് പറയല്ല, ബഹുമാനം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതായത് ബഹുമാനം ഉള്ളതിന്റെ കാരണം ഇതാണ്. ഈ ചൊല്ലിയാട് എന്ന് പറഞ്ഞത് നല്ല ഭംഗിയായിട്ട് ചൊല്ലിയാടുന്നു. മാത്രമല്ല ഉത്ഭവം അലിവിന്റെ ചായക്കൂട്ടുകളുമായി 100ലേറെ പെയിന്റിംഗ് തൊഴിലാളികൾ ഒറ്റ മനസ്സായി നിന്നതോടെ സഹയാത്രയുടെ 3 നില കെട്ടിടം കളറായി. തിരക്കുകളെല്ലാം മാറ്റിവെച്ചാണ് പെയിന്റിംഗ് തൊഴിലാളികൾ സന്നദ്ധ പ്രവർത്തനത്തിന് എത്തിയത്. സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കൂറ്റനാട്ടെ പുതുതായി നിർമ്മിച്ച കെട്ടിടമാണ് തൃത്താല, ആലങ്കോട്, കടവല്ലൂർ മേഖലകളിലെ 100ഓളം വരുന്ന പെയിന്റിംഗ് തൊഴിലാളികൾ മണിക്കൂറുകൾ കൊണ്ട് പെയിന്റ് ചെയ്ത് നൽകിയത്. ഇതോടെ സമാനതകളില്ലാത്ത സഹജീവി സ്നേഹത്തിന്റെ വിളംബരമായി മാറി ജനകീയ പെയിന്റിംഗ്. ഞായറാഴ്ച രാവിലെ 6 മണിക്ക് തുടങ്ങി 3 മണിക്കൂർ നേരം കൊണ്ട് കെട്ടിടം മുഴുവൻ പെയിന്റ് ചെയ്ത് പൂർത്തിയാക്കി. നൌഷാദ് മുക്കൂട്ട, ഉമ്മർ ആലിക്കര, രാജേഷ്, രതീഷ് പട്ടിശ്ശേരി, ഷിഹാബ് ഒറ്റപ്പിലാവ്, സുഭാഷ്, ബാബു വീട്ടി, വിശ്വംഭരൻ, ഷിഹാബ് പുലിക്കുളം, രാമകൃഷ്ണൻ, ശിവശങ്കരൻ പെരിങ്ങോട് എന്നിവരുടെ നേതൃത്വത്തിൽ 3 ജില്ലകളിൽ നിന്നുള്ളവരാണ് പെയിന്റിങ്ങിനെത്തിയത്. ഇവരെ കൂടാതെ സഹയാത്രാ ഭാരവാഹികൾ, രക്ഷാധികാരികൾ, ജനപ്രതിനിധികൾ, തൊഴിലാളികളുടെ സംഘടനാ നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവരും സഹയാത്രാ ഭാരവാഹികളും ഒപ്പമുണ്ടായി. പെയിന്റിംഗ് തൊഴിലാളികളായ ഉമ്മർ പാലിക്കര, നൌഷാദ് MM തുടങ്ങിയവരാണ് 100ലധികം വരുന്ന പെയിന്റിംഗ് തൊഴിലാളികളുടെ ഈ സത്പ്രവൃത്തിക്ക് നേതൃത്വം വഹിച്ചത്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ കൊണ്ട് അതിൻ്റെ പെയിന്റിംഗ് പണി കംപ്ലീറ്റ് പൂർത്തീകരിച്ച് ഇരിക്കുകയാണ്. അത് അല്ലാത്തൊരു എന്താ പറയുക സംഭവമായി മാറിയത്. എൻ്റെ പൊതുപ്രവർത്തനത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു ജനകീയമായിട്ട് 3 മണിക്കൂർ കൊണ്ട് ഒരു 10,500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിൻ്റെ പെയിൻറ്റിങ് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവമായിട്ട് തന്നെ കണക്കാക്കുന്നത്. ഇതിൻ്റെ സഹയാത്ര ചാലിശ്ശേരിയുടെ ഏറ്റവും വലിയൊരു നാട്യസ്പന്ദനമാണ്. ഒരുപാട് ഭിന്നശേഷിക്കാരായ ആളുകളുടെ പുനരധിവാസം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ബിൽഡിംഗ്. അതിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നായിരുന്നു ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഇതിൻ്റെ ബേസ്മെൻറ്റ് ഞങ്ങൾ ഇതുപോലൊരു കൂട്ടായ്മയിലൂടെ അടിച്ചു കൊടുത്തു. പിന്നീട് 100ഓളം പെയിൻറ്റിംഗ് തൊഴിലാളികൾ ഒരുമിച്ച് ഈ ബിൽഡിങ്ങിൻ്റെ പൂർണ്ണമായിട്ട്
അതിൻ്റെ എക്സ്റ്റീരിയർ ഭാഗം പെയിൻറ്റ് ചെയ്യുക എന്നൊരു ദൗത്യമാണ് ഏറ്റെടുത്തത്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതേ ഉള്ളൂ. ഒരു ദിവസത്തെ വേതനം ഞങ്ങളെ ഈ നാട്ടിലെ എല്ലാ പെയിൻറ്റ് സുഹൃത്തുക്കളും ഞങ്ങൾ സഹകരിച്ച് 100-ലധികം തൊഴിലാളികൾ ഇന്ന് പെയിൻറ്റ് വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കും. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ബാലസംഘം ശ്രീകൃഷ്ണപുരം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ കാർണിവൽ സംഘടിപ്പിച്ചു. അതിരുകൾ ഇല്ലാത്ത ലോകം, ആഹ്ലാദകരമായ ബാല്യം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് കാർണിവൽ സംഘടിപ്പിച്ചത്. CPM ഏരിയ സെക്രട്ടറി കെ ജയദേവൻ കാർണിവൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ ഘോഷയാത്ര, പലതരം കളികൾ, കലാപരിപാടികൾ, ചിത്രപ്രദർശനം എന്നിവ പരിപാടിക്ക് മാറ്റുകൂട്ടി. ശ്രീകൃഷ്ണപുരത്തെ ചിത്രപ്രതിഭ ഹിമ വേദിയിലൊരുക്കിയ ക്യാൻവാസിൽ വരച്ച ചിത്രം ഏറെ ഹൃദ്യമായിരുന്നു. ശ്രീകൃഷ്ണപുരത്തെ പ്രതിഭകളെ വേദിയിൽ പരിചയപ്പെടുത്തി. കുട്ടികളുടെ പരിപാടികൾക്ക് KLU നേതൃത്വം നൽകി. പരിപാടിയിൽ B രാജേഷ്, C ശരത്ത്, GS അക്ഷയ്, P സ്മൃതി, TV ജീഷ്, P സഞ്ജയ് കുമാർ, ദ്വാരകാനാഥൻ, VC ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കേക്ക് മുറിച്ച പാട്ടോടുകൂടിയാണ് 3 മണിക്കൂർ നീണ്ടുനിന്ന കാർണിവൽ അവസാനിച്ചത്. ബാലസംഘം മണ്ണാർക്കാട് വില്ലേജ് കാർണിവൽ സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് കോപ്പറേറ്റീവ് കോളേജിൽ സംഘടിപ്പിച്ച കാർണിവലിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. ബാലസംഘം ഏരിയ സെക്രട്ടറി കെ ചിന്ത പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാർണിവലിൽ കുട്ടികളുടെ കലാപരിപാടികൾ, ക്രിസ്മസ് കരോൾ, എക്സിബിഷൻ, ചിത്രരചന, ഫുഡ് കോർട്ട്, കളിയുടെ കോർണർ തുടങ്ങി ആസ്വാദകരമായ നിരവധി പരിപാടികൾ നടത്തി. ബാലസംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ സിന്ധു അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി കെ മൻസൂർ, TR സെബാസ്റ്റ്യൻ, N അജീഷ് കുമാർ, KP ജയരാജ്, വത്സലകുമാരി, T ഹരിലാൽ, K കൃഷ്ണദാസ്, PN മോഹനൻ, സുബിൻ സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജ് താനിക്കുന്ന് GLP സ്കൂളിൽ സംഘടിപ്പിച്ച സപ്തദിന NSS ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം പൂക്കോട്ടുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് P ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. 10ഓളം കുടുംബങ്ങൾക്ക് സഹായകമാകുന്ന റോഡ് നിർമ്മാണം, സമീപത്തുള്ള അംഗനവാടി പെയിന്റിംഗ്, താനിക്കുന്ന് സ്കൂൾ പരിസര പരിപാലനം, സ്കൂളിനായി ഒരു അടുക്കളത്തോട്ടം, പരിസര പ്രദേശത്തുള്ള ബഡ്സ് സ്കൂൾ പരിപാലനം എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് NSS വോളണ്ടിയർമാർ പൂർത്തീകരിച്ചത്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി സ്കൂൾ പരിസരവും പരിസര പ്രദേശത്തുള്ള വീടുകളിൽ നിന്ന് ആക്രിസാധനങ്ങൾ ശേഖരിക്കുന്നതിലും ബോധവൽക്കരണ പ്രവർത്തനത്തിലും വളണ്ടിയർമാർ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു. കൂടാതെ പ്രദേശവാസികളിൽ ബോധവൽക്കരണത്തിനായി ലഹരിവിരുദ്ധ ക്യാമ്പയിനും രക്തദാനത്തിന് തയ്യാറായിട്ടുള്ള ദാതാക്കളുടെ പേരും വിവരവും ശേഖരിച്ചു. കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടന്ന ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനസമാഹരണ പദ്ധതികളിലും വളണ്ടിയർമാർ പങ്കാളികളായി. പൂക്കോട്ടുകാവ് 7ാം വാർഡ് മെമ്പർ മനോജ് സമാപന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. താന്തിക്കുന്ന് GLP സ്കൂൾ പ്രധാനാധ്യാപകൻ മോഹനൻ, PTA പ്രസിഡന്റ് വിജേഷ് എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം ഓഫീസർ അസ്കർ അലി, കോളേജിലെ മറ്റ് അധ്യാപകർ, വോളണ്ടിയർ സെക്രട്ടറിയായ അർജുൻ, നികിത തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നെല്ലായിയിലെ അരുണ്ടിക്കളം തറവാടിന്റെ കുടുംബസംഗമം ചെറുപ്പളശ്ശേരിയിൽ വെച്ച് നടന്നു. ചെറുപ്പളശ്ശേരി റോയൽ ഓഡിറ്റോറിയത്തിൽ വർണ്ണാഭമായ പരിപാടികളോടെയാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. പാലക്കാട് ജില്ലയിലെ നെല്ലായയിലെ പുരാതന തറവാടാണ് അരുണ്ടിക്കളം. അരുണ്ടിക്കളം തറവാടിൻ്റെ 4ാമത് കുടുംബസംഗമമാണ് ഞായറാഴ്ച ചെറുപ്പശ്ശേരി റോയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. പ്രാർത്ഥനയോടെ തുടങ്ങിയ പരിപാടി പ്രസിഡന്റ് സുകുമാരൻ സ്വാഗത പ്രസംഗത്തോടെ ഉദ്ഘാടനം ചെയ്തു. തറവാട്ടിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തികൾ ദീപപ്രോജ്വലനം നടത്തി. സംഗമത്തിന് തറവാട്ടിലെ മുതിർന്ന അംഗം മാലതി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കുടുംബത്തിലെ 75 വയസ്സ് കഴിഞ്ഞവരെ സംഗമത്തിൽ ആദരിച്ചു. സംഗമത്തിന്റെ ഭാഗമായി വിവിധ ഗെയിമുകളും കലാപരിപാടികളും സംഘടിപ്പിച്ചു. പല അനുഭവങ്ങൾ കുറേശ്ശെ എഴുത്തുണ്ടാവുന്ന ആ ബന്ധം
ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അത് ചോദിക്കുന്നത് അതങ്ങനെ തൽക്കം മനസ്സിൽ വന്നിട്ട് ഞാൻ എഴുതിയാണ്. ഇപ്പം ഈ ഗുരുവായൂരപ്പൻ്റെ ഇത് കിട്ടിയപ്പം ഞാൻ ഈ ശ്ലോകം എഴുതാൻ തോന്നിയത് എനിക്ക് ഗുരുവായൂരപ്പൻ എന്നെ തോന്നിച്ചതാണ്. അത് ഞാൻ വായിക്കാത്ത ഇതിലുള്ളതിനായിരിക്കും. ശംഖചക്രഗദാക്ഷപാണി അതായി വന്നു വിളയാടിമൽ ചേരിലത്തനുവിങ്കലുണ്ട വനമാലയം അതിശോഭനം കൗതുഭത്തിനുല ശോഭയാർന്നു രസിത്തിടുന്നതി മനോഹരം ചേരിയന്നുടത കണ്ടിടാം. ऐसा कोई साथी हो, ऐसा कोई प्रेमी हो, प्यास दिल की बुझा जाए. കൈയടിക്ക് ബലം പോരാ പോരട്ടാണ്. ആ ഞാൻ പാടില്ല. ഞാനും ചളിക്കനും കൂടി തോട്ടുപരമ്പിൽ പോകുമ്പോ തോട്ടുപരമ്പത്തൊരു ജനതണ്ടൻ, ആ ജനതണ്ടൻ ചീറ്റിക്കൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോ നെല്ലായ എഴുവന്തല കിഴക്കുംപറമ്പിൽ ഫാമിലിയുടെ മെഗാ കുടുംബ സംഗമം ഞായറാഴ്ച നടന്നു. VK ശ്രീകണ്ഠൻ MP കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. കിഴക്കുംപറമ്പിൽ മദ്രസ ഹാളിൽ തണൽ എന്ന പേരിലാണ് മെഗാ കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടില് സ്നേഹക്കുറവുണ്ട് എന്ന് പറഞ്ഞത് വെറുതെ. ഇപ്പൊ സ്നേഹം കൂടുതലാണ് എല്ലാവരും. എന്തിനാണ് കുടുംബാംഗങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്നത്? എല്ലാവരും നല്ല തിരക്കാണ്. എന്താ തിരക്ക്? ജീവിത പ്രാരാബ്ദങ്ങളുടെയും നെട്ടോട്ടത്തിലുമാണ് ഓരോരുത്തരും. അപ്പൊ അവരുടെ കുടുംബത്തെ കാര്യങ്ങൾ തന്നെ നോക്കാൻ സമയമില്ല. ഒരുപാട് കാര്യങ്ങൾ പണ്ടുള്ളതിനേക്കാൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ മക്കളെ വളർത്തണം, അവരെ പഠിപ്പിക്കണം, അവർക്ക് കുടുംബജീവിതം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ജീവിതത്തിന്റെ സമയം കഴിയും. മിക്കവാറും എല്ലാവരുടെയും സ്ഥിതി എന്താ? സ്വന്തം കാര്യം നോക്കാൻ സമയം കിട്ടില്ല. കുടുംബത്തിലുള്ളവരെ, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെയൊക്കെ കാര്യം എന്ന് വെച്ചാൽ അവര് ഓരോ നിമിഷവും ജീവിക്കുന്നത് തന്നെ മക്കൾക്ക് വേണ്ടിയാണ്. പഴയ കാലമല്ല, ആ മക്കളുടെ വളർച്ച നോക്കുക മാത്രമല്ല, അവരുടെ വികാസത്തിലും അവരുടെ വ്യക്തി സ്വരൂപണത്തിലും അവരെ ഒരു പൗരനാക്കുന്നതിലും പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല.
കെ ഹൈദർ ഹാജി അധ്യക്ഷത വഹിച്ചു. ഗായിക രഹന മുഖ്യാതിഥിയായി. മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ സക്കീർ ഹുസൈൻ KP, മുഹമ്മദ് അലി കിഴക്കുംപറമ്പിൽ, KP സൈനുദ്ദീൻ, പള്ളി കമ്മിറ്റി പ്രസിഡന്റ് P അലി മാസ്റ്റർ, P അനീസ്, KP അബു ഫിർദൌസ് ഹൈദർ, KP മുഹമ്മദ് കുട്ടി, KP മുഹമ്മദ് അലി സാഹിബ്, KP അബ്ദുറഹിമാൻ, സഫ്ന പാറക്കൽ, മെഹബൂബ്, KP ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. സൗഹൃദ സംഗമം, എക്സിബിഷൻ, മുതിർന്നവർക്കുള്ള ആദരം, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവയും നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിന്തൽമണ്ണയിൽ ടൗൺ വികസനത്തിന്റെ പേരിൽ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിക്കാനുള്ള ഗൂഢശ്രമത്തിൽ നിന്നും MLA പിന്മാറണമെന്ന് വ്യാപാരി വ്യവസായി സമിതി. വ്യാപാര സ്ഥാപനങ്ങൾ ഇല്ലാതാക്കി ജംഗ്ഷൻ വിപുലീകരണ പദ്ധതി അനുവദിക്കില്ലെന്നും സമിതി നേതാക്കൾ. ആവശ്യമെങ്കിൽ സമരം നടത്തും. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കെ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ വിവിധ പരിപാടികൾ നടത്തിയെന്ന പരാതിയുമായി പ്രതിപക്ഷാംഗങ്ങൾ. യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്ന് പ്രതിഷേധിച്ചു. ആഘോഷ പരിപാടികൾ ഒന്നും നടത്തിയിട്ടില്ലെന്ന് സെക്രട്ടറി. ഭാര്യ പിതാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി ചെറുപ്പുളശ്ശേരിയിൽ അറസ്റ്റിൽ. നെല്ലായ കുളപ്പട സ്വദേശി മുഹമ്മദ് മുസ്തഫയാണ് പിടിയിലായത്. ഇക്കഴിഞ്ഞ ഡിസംബർ 26-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വള്ളുവനാട്ടിൽ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ചെറുപ്പുളശ്ശേരി പന്നിയംകുറിശി പൂരം ആഘോഷിച്ചു. ഗജവീരന്മാരുടെ എഴുന്നള്ളിപ്പും ദേശവേലകളുടെ സംഗമവും നിറച്ചാർത്തായി. തകർന്നു കിടക്കുന്ന ഒറ്റപ്പാലം കണ്ണിയമ്പുറം പനമണ്ണ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തേക്കും. റോഡ് കൈമാറാൻ തീരുമാനമെടുത്ത് ഒറ്റപ്പാലം നഗരസഭയും അനങ്ങനടി ഗ്രാമപഞ്ചായത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.